യിൽ ആദിശേഖർ എന്ന കുട്ടിയെ കൊന്ന കേസിൽ ഇന്നാണ് വിധി പറയുന്നത്. പ്രതിയായ പ്രിയരഞ്ജൻ ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലാണ് 15 വയസ്സുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. 2023 ഓഗസ്റ്റ് 30 വൈകിട്ടാണ് വീടിന് സമീപത്തെ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്ര റോഡിൽ വെച്ച് പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകൻ ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാറിടിച്ചു കൊന്നത്. ആദിശേഖർ ക്ഷേത്ര മൈതാനത്ത് ഫുട്ബോൾ കളി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോകാൻ തുടങ്ങവേ പ്രിയരഞ്ജൻ അമിതവേഗത്തിൽ കുട്ടിയുടെ നേർക്ക് കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. പ്രിയരഞ്ജൻ ആദിയെ കാറിടിച്ചു കൊന്നതാണെന്ന് കുട്ടിയുടെ സുഹൃത്തുക്കളായ അപ്പൂസ്, അച്ചു, ഉണ്ണി എന്നിവർ മൊഴി നൽകി. ഇവർ കേസിൽ ദൃക്സാക്ഷികളാണ്. രക്തത്തിൽ കുളിച്ചു കിടന്ന ആദിയെ താനും കൂടി ചേർന്നാണ് പിന്നാലെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് അച്ചു സംഭവം വിശദീകരിച്ച് മൊഴി നൽകിയിരുന്നു. പുളിങ്കോട് ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം. സാങ്കേതിക തകരാറ് മൂലം കാർ തനിയെ നീങ്ങിയെന്നും ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ അമർന്നാണ് അപകടമുണ്ടായതെന്നുമാണ് പ്രതി കോടതിയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 30 സാക്ഷികളുടെയും 43 രേഖകളുടെയും 11 തൊണ്ടിമുതലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും അന്തിമവാദം. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായക തെളിവായത്. തുറന്ന കോടതിയിൽ വീഡിയോ പ്രദർശിപ്പിച്ച് കേസിൽ തെളിവെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.